ഗ്ലിസറിൻ ഇല്ലാണ്ട് അറിയാം നമ്മൾ ആ സിറ്റുവേഷൻ എത്രത്തോളം ഉൾക്കൊള്ളുന്നു, ആ കഥാപാത്രത്തിൻ്റെ അവസ്ഥ എത്രത്തോളം ഫീൽ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടൊക്കെ നമുക്ക് ആ മൊമെൻറ്റിൽ കണ്ടെന്നറിയും. പിന്നെ പലപ്പോഴും നമ്മളൊരു കാര്യം കേൾക്കുമ്പോഴോ ഒരു കാര്യം മനസ്സിലാക്കുമ്പോഴോ ഒക്കെ ആണല്ലോ കണ്ണു പറയുന്നത്. അതിനെ ആത്മാർത്ഥമായിട്ട് കേൾക്കുക, മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും സിനിമ മോറൊരു ടെക്നിക്കൽ മീഡിയം കൂടിയാണ്. അഭിനയം എന്ന് പറയുന്നത് എപ്പോഴും പറയാറുണ്ട്, ഒരു 60-70% നമ്മുടെ ടാലൻറ്റും ബാക്കി ടെക്നിക്കൽ കാര്യങ്ങളുടെ മനസ്സിലാക്കലും കൂടിയാണ്. അപ്പോൾ സിനിമയിൽ ഒരു ഓക്കെ ഷോട്ട് തന്നെ ഒരു 3 തവണയൊക്കെ പല പല ആംഗിളിൽ നിന്ന് എടുക്കേണ്ടിയൊക്കെ വരുന്നേക്കാം. അതിലധികം വരും, അതിൽ കുറച്ചും വരാം. അപ്പോൾ ഓരോ തവണയും ഇത് ആലോചിച്ച് ഫീൽ ചെയ്ത് കരയുക എന്നൊക്കെ പറയുന്നത് കുറച്ച് എക്സോസ്റ്റഡ്. അപ്പോൾ ഗ്ലിസറിൻ ഉപയോഗിക്കുന്നതോ ഗ്ലിസറിൻ ഉപയോഗിച്ച് കരയുന്നതോ ഒന്നുകൊണ്ട് തെറ്റൊന്നുമല്ല, അത് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത്തരം എല്ലാ ടെക്നിക്കാലിറ്റീസിനെയും പഠിക്കാനും മനസ്സിലാക്കാനും അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കുക, പഠിക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്ക് കരയാനും ഓഡിയൻസിനത് ഫീൽ കൊടുക്കാനും പറ്റും.